ഹായ് എവരിവൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൻ. ഇന്ന് പുളിയും എരിവും മധുരവുമുള്ള പൈനാപ്പിൾ പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ഞാൻ പൈനാപ്പിൾ മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കാൻ പോവുകയാണ്. ഈ കണ്ണ് ഇതുപോലെയുള്ള ചെറിയ പെയറിംഗ് നൈഫ് കൊണ്ട് നമുക്ക് എടുത്ത് മാറ്റാതെ ഇതുപോലെ എടുത്ത് മാറ്റാം. പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുകയാണ്. പൈനാപ്പിളിന്റെ ഈ കട്ടിയായിട്ടുള്ള കോർഭാഗം കണ്ടിച്ച് മാറ്റണം. ഈ വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്താൽ മതി. 2.5 കപ്പ് പൈനാപ്പിളാണ് പുളിശ്ശേരിക്ക് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 5 പച്ചമുളക് നെടുവെ പിളർന്നതും 1 കറിവേപ്പിലയുടെ തണ്ടും ഇട്ട് 1.5 കപ്പ് വെള്ളവും ഒഴിച്ച് വേവിക്കാൻ പോവുകയാണ്. ഉപ്പ് ഇപ്പോൾ ഞാൻ ഇടുന്നില്ല. പൈനാപ്പിൾ പകുതി വെന്തതിന് ശേഷം മാത്രമേ ഇടുന്നുള്ളൂ. ഇതിൽ ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല. ഞാൻ പച്ചമുളകും കാന്താരിയും മാത്രമേ ചേർക്കാറുള്ളൂ. ചിലർ മുളക് പൊടിയും ചേർക്കാറുണ്ട്. ഇതൊന്ന് ഇളക്കി മൂടി വെച്ച് വേവിക്കാൻ പോവുകയാണ്. മീഡിയം ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടത്. പൈനാപ്പിൾ വേകാറായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് ഇളക്കി മൂടി വെച്ച് 2-3 മിനിറ്റും കൂടി വേവിക്കാൻ പോവുകയാണ്. ഏകദേശം 1/2 മണിക്കൂറോളം എടുത്തു ഇത് വേകുന്നതിന്. ഇനി ഞാനിതിൻ്റെ അരപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. പുളിശ്ശേരിക്ക് വേണ്ടി അരപ്പുണ്ടാക്കുന്നതിന് 1.5 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾ ഇടുന്നു, 3/4 ടീസ്പൂൺ ജീരകം, 1 വെളുത്തുള്ളി, 2 ചെറിയ ഉള്ളി. നിങ്ങൾക്ക് കാന്താരി ഇല്ല എന്ന് വരികിൽ 1/2 ടീസ്പൂൺ മുളക് പൊടി ഉപയോഗിച്ചാലും മതി പൈനാപ്പിൾ വേവിക്കുമ്പോൾ. ചിലര് പൈനാപ്പിൾ പുളിശ്ശേരിക്ക് മധുരത്തിന് വേണ്ടി പഞ്ചസാരയോ ശർക്കരയോ ചേർക്കാറുണ്ട്. അതിന് പകരമായിട്ട് ഞാൻ തേങ്ങ അരയ്ക്കുമ്പോൾ 1/4 കപ്പ് ഫ്രഷ് പൈനാപ്പിൾ ജ്യൂസ് ഉപയോഗിച്ചാണ് അരയ്ക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കറിക്ക് നല്ല സ്വാദും മധുരവും ഉണ്ട്. അരപ്പ് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. 1/4 കപ്പ് പൈനാപ്പിൾ ജ്യൂസ് കൂടാതെ ഞാൻ 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചാണ് ഇത് അരച്ചെടുത്തത്. നിങ്ങൾ അരയ്ക്കുമ്പോൾ ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം. പുളിശ്ശേരിക്ക് 2 കപ്പ് തൈരാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ തൈര് നന്നായിട്ട് വിപ്പ് ചെയ്ത് എടുക്കണം. തരി ഇല്ലാത്ത പരുവത്തിൽ ആക്കണം, വെള്ളമായി പോകരുത്. ഈ അരപ്പിൻ്റെ 1 സ്പൂണ് ഞാൻ ഈ തൈരിലിട്ടിട്ടതിന് ശേഷം വെന്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിളിൻ്റെ 1 സ്പൂൺ ഞാൻ ഇതിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കറിക്ക് സ്വാദും നല്ല കൊഴുപ്പും കിട്ടും. എന്നാൽ ആവശ്യത്തിന് കഷ്ണങ്ങളും ഉണ്ട്. പൈനാപ്പിൾ ഇട്ട് ബ്ലെൻഡ് ചെയ്തതാണിത്. ഈ അരപ്പ് ഞാൻ തൈരിലിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് കറിയിലേക്ക് ചേർക്കുന്നത്. ഈ അരപ്പ് വെന്ത പൈനാപ്പിളിലേക്ക് ചേർക്കാൻ പോവുകയാണ്. ഉപയോഗിക്കുന്ന തൈര് ഒരുപാട് പുളിച്ചതാകരുത്. ആവശ്യത്തിനുള്ള പുളിയേ ആകാവുള്ളൂ. ഈ അരച്ച പാത്രം കഴുകിയുള്ള 1/2 കപ്പ് വെള്ളം കൂടെ ഞാനിതിൽ ചേർക്കാൻ പോവുകയാണ്.
മീഡിയം ഫ്ലെയിമിലിട്ട് കറി ഞാൻ ചൂടാക്കാൻ പോവുകയാണ്. കറി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതിൻ്റെ പച്ചച്ചുവ മാറുന്നിടം വരെ നമ്മൾ ചൂടാക്കണം. തൈര് ഒഴിച്ചത് കൊണ്ട് തിളച്ചു പോകരുത്. ഞാനിതിന് ഉപ്പ് നോക്കി സ്വല്പം ഉപ്പും കൂടെ ചേർക്കണം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുകയാണ്. കറി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമെല്ലാം മാറി 10 മിനിറ്റോളം ഞാനിത് ചൂടാക്കിയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫാക്കി താളിക്കാൻ പോവുകയാണ്. പുളിശ്ശേരി താളിക്കുന്നതിന് ഞാൻ ചട്ടിയിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കടുകിടുന്നു, 1/4 ടീസ്പൂൺ ഉലുവ, 4 ഉണക്കമുളക്, 2 തണ്ട് കറിവേപ്പില. ഇത് ഞാനിനി കറിയിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. സ്റ്റൗ ഓഫാക്കി പൈനാപ്പിൾ പുളിശ്ശേരി തയ്യാറായി. നിങ്ങൾ ഓണത്തിന് ഇത് ഉണ്ടാക്കുമെന്നും ഇഷ്ടപ്പെടുമെന്നും ഞാൻ കരുതുന്നു.